സാറേ, ശശി തരൂരിൻ്റെ ഒരു അഭിമുഖം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് വലിയ വിവാദമായപ്പോൾ തരൂർ തന്നെ പറഞ്ഞു താൻ പറഞ്ഞ പല കാര്യങ്ങളും ആ പത്രം വളച്ചൊടിച്ചാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പം മാധ്യമധർമ്മം പോലും അവർ പാലിച്ചില്ല എന്ന് തരൂർ കുറ്റപ്പെടുത്തി. എന്താ സാറിൻ്റെ ഒരു വിലയിരുത്തൽ അതിനെക്കുറിച്ച്? ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ മാധ്യമപ്രവർത്തനം സത്യസന്ധം അല്ലാതാവുക, മാധ്യമപ്രവർത്തകർ ആക്ടിവിസ്റ്റുകളാവുക, എന്നിട്ട് അവർക്കുള്ള രാഷ്ട്രീയാഭിപ്രായം അനുസരിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വളച്ചൊടിക്കുക. മാധ്യമപ്രവർത്തനം പൊതുവെ നിഷ്പക്ഷമായിട്ട് ചെയ്തു പോകേണ്ട ഒന്നാണ്. മാധ്യമപ്രവർത്തകന് വോട്ട് ചെയ്യുമ്പോഴൊക്കെ അയാളുടെ രാഷ്ട്രീയമൊക്കെ പ്രകടിപ്പിക്കാം, പക്ഷെ അത് അയാളുടെ വാർത്തകളിൽ അയാൾ പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പത്ര ഉടമയ്ക്ക് തന്നെ ഉടമയുടെ രാഷ്ട്രീയാഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. ഉടമ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ചിലപ്പോൾ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടാകാം. ഈ മറ്റേ പ്രചാരണ കാലത്തുമൊക്കെ വോട്ടെടുപ്പിൻ്റെ കാലത്തുമൊക്കെ ഇങ്ങനെയൊക്കെ വരാം. ഇങ്ങനെയൊക്കെ ആണല്ലോ മാധ്യമരംഗം. എങ്കിൽ പോലും മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അയാൾ ഒരു കോൺഗ്രസ്സുകാരനോ മാർക്സിസ്റ്റോ BJP ഒന്നും അങ്ങനെ ആകേണ്ടതില്ല. സത്യം പറയേണ്ട സമയത്ത് സത്യം പറഞ്ഞു വേണം പോകാൻ. കാരണം എപ്പോഴും ഹിരണ്മയേന പാത്രേണ എന്നുകൊണ്ടൊരു സംസ്കൃത ശ്ലോകമുണ്ടല്ലോ, സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരും എന്നുള്ളത്. ഇതിപ്പോൾ ശശി തരൂരും മലയാളത്തിൽ തന്നെ, സാധാരണ അദ്ദേഹം ഇംഗ്ലീഷിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നല്ലേ പറയുക, അദ്ദേഹം മലയാളത്തിൽ ഇതിനെ സംബന്ധിച്ച് നല്ലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ അനുഭവത്തിനെ പറ്റി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം രാജ്യത്തെ ഈ ജേർണലിസം സ്ഥാപനങ്ങളിൽ പാഠ്യ വിഷയമാക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം എന്നാണ്. എങ്ങനെയാണ് പത്രപ്രവർത്തനം നടത്തേണ്ടത്, ഇങ്ങനെ വളച്ചൊടിക്കാമോ? ഈ പോഡ്കാസ്റ്റ് ലിസ് മാത്യു ചെയ്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. ലിസ് മാത്യു മലയാള മനോരമയുടെ ഡൽഹി ബ്യൂറോ ചീഫ് ജോമി തോമസിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ജോമി തോമസ് കുറെ കാലമായിട്ട് ചെയ്യുന്ന പത്രപ്രവർത്തനത്തിന് ഒരു പകർച്ചവ്യാധി പോലെ ലിസ് മാത്യുവിലേക്ക് വന്നാണോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ BJPക്ക് തോൽപ്പിക്കാനും ഒക്കെ നന്നായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ജോമി തോമസ്. അധ്വാനിച്ചു എന്ന് പറയണല്ലേ? എന്തു വേണമെങ്കിലും പറയാം, തച്ച് കണക്കിലും പറയാം, നല്ല തച്ച് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് തന്നെ സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കേണ്ടവരാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ അല്ല നിൽക്കുന്നത് തരൂർന്ന് തോന്നിയിട്ട് ഇനി ഹൈക്കമാൻഡിലെ ആർക്കെങ്കിലും വേണ്ടി ലിസ് മാത്യു വളച്ചൊടിച്ചതാണോ എന്നും നമുക്ക് സംശയിക്കാം. ഒന്നാമത് തരൂര് നേരത്തെ തന്നെ പറഞ്ഞിട്ട് എൻ്റെ 26-ാം തീയതിയോ മറ്റോ നടന്ന ഇൻ്റർവ്യൂ ആണത്. അവർ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഇൻ്റർവ്യൂ ആയിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. തലേന്ന് നടന്നാണെന്നാണ് നമ്മളിത് വിചാരിക്കുക. ഇത് നമ്മളും വായിച്ചതാണ്, ചർച്ചയും ചെയ്തതാണ്. പ്രത്യേകിച്ച് ഇനി എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്ന ഭാഗം. ശശി തരൂര് ഈ പോസ്റ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ഭാഗമുണ്ടല്ലോ, എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, ഞാൻ വേറെ വഴി നോക്കും എന്ന് അർത്ഥം വരുന്ന ഭാഗം അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പുസ്തകം എഴുതുന്ന കാര്യത്തിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് തിരുത്തിയാലും ഡാമേജ് നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ എക്സ്പ്രസ് തിരുത്തി എന്നുള്ള ഭാഗത്ത് എനിക്ക് ഭിന്നാഭിപ്രായമാണുള്ളത്. കാരണം ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതിൽ തരൂർ ലൈക്ലി ടു ലോ അറ്റ് രാഹുൽ മീറ്റ് ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ച നടക്കുന്ന രാഹുലുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയുന്ന അതിലൊരു ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് 4-5 വരി. തരൂർസ് കമൻസ് സ്പാർക്സ് സ്പെക്കുലേഷൻസ്, അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുന്നു തരൂരിൻ്റെ കമൻറ്റ് എന്ന് പറയുന്ന ഒരു 2-3-4 വരി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു വാർത്തയുടെ ഉള്ളിൽ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തരൂർ ഹാഡ് സെഡ് he had other options if the party did not need his services. തരൂരിന് വേറെ വഴികളുണ്ടെന്ന് തരൂർ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. His comments ruffled feathers in the Congress camp which is already riddled with factionalism. വിഭാഗീയതയുള്ള കോൺഗ്രസ്സിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ആ പരാമർശം. BJPയിൽ ചേരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തരൂർ പറഞ്ഞു, ഇല്ല, എല്ലാ പാർട്ടിക്കും അതിൻ്റെ വിശ്വാസവും ചരിത്രമുണ്ട്, വേറൊരു പാർട്ടിയിൽ ചേരുന്നത് ശരിയല്ല, ആ വിശ്വാസം നമ്മൾ പങ്കുവെക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് അത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന്. അതായത്
ഇന്ത്യൻ എക്സ്പ്രസ് നേരത്തെ ഉള്ള നിലപാട് ഇന്റർവ്യൂവില് കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. അതെ, ആ നിലപാടിൽ അവർ മാറുന്നില്ല. ഇന്നലെയും ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തരൂർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് വാർത്തകൾ എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു, നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ 2 കാര്യങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്തു. ആ 2 കാര്യങ്ങൾ പറയാം തരൂർ ചെയ്തതായിട്ട് പറയുന്നത്. ഒന്ന്, ഞാൻ സാഹിത്യ പ്രവർത്തനങ്ങളിൽ എൻ്റെ സമയം ചെലവഴിക്കാനുള്ള പല ഓപ്ഷനുകളും ഉണ്ടെന്ന് പറഞ്ഞ ഒരു നിർദോഷമായ പ്രസ്താവന എടുത്ത് ഞാൻ മറ്റ് രാഷ്ട്രീയ അവസരങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇംഗ്ലീഷ് തലക്കെട്ടുണ്ടാക്കി. ഒന്ന്, ആ ഹെഡിങ് വളച്ചൊടിച്ചതാണ് എന്ന് ആദ്യത്തെ ദിവസം തന്നെ തരൂർ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ അഭിമുഖം വായിച്ചു കഴിഞ്ഞാൽ ആ തലക്കെട്ട് സാധൂകരിക്കുന്ന ഭാഗം അതിലുണ്ടെന്ന്. എനിക്ക് വേറെ വഴികളുണ്ടെന്ന് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്തുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ നോവൽ എഴുതും, സാഹിത്യം എഴുതും, ലേഖനം എഴുതും എന്നല്ല പറഞ്ഞിരിക്കുന്ന. എന്നെ പാർട്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വേറെ വഴികളുണ്ട് എന്നുള്ളതാണ് എന്നാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വ്യാജ വാർത്താ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ തരൂർ പറയുമ്പോൾ മൊത്തം വ്യാജമായിരുന്നു എന്നാണ് തരൂർ ഉദ്ദേശിക്കുന്നത്. അതങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ലിസ് മാത്യു ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിന്, തരൂരിൻ്റെ പോസ്റ്റിന് ഒരു മറുപടി എഴുതട്ടെ. അതെ, ഒരു ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വ്യാജ വാർത്താ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു നേതാവില്ലെന്ന് ഞാൻ പരിതപിച്ചുവെന്ന് അവർ അവകാശപ്പെട്ടു. ഇത് ദ ഹിന്ദു പത്രത്തിൻ്റെ മുൻനിര വാർത്തയാവുകയും മറ്റു മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും കേരളത്തിൻ്റെ TV ചാനലുകളിൽ 3 ദിവസം ചർച്ചയാവുകയും ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു നേതൃത്വ പ്രതിസന്ധി ഉണ്ട് എന്ന അഭിമുഖത്തിൽ വന്നിരുന്നു. ആ ഭാഗത്താണ് കറക്ഷൻ വന്നതെന്ന് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ്. പക്ഷേ അങ്ങനെ ആ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതായിട്ട്. അപ്പോൾ ശശി തരൂർ പറയുന്നത്, ശശി തരൂർ ഇതിൻ്റെ ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ചോദിച്ചിരുന്നു. അവരും ബുധനാഴ്ച മറ്റോ തരാമെന്ന് പറഞ്ഞിരുന്നു ശശി തരൂരിന്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മൊത്തം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ. അതിലിങ്ങനത്തെ ഭാഗങ്ങളില്ല എന്ന് വളരെ വ്യക്തമാണെന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ പൂർണ്ണ രൂപത്തിൽ ലിസ് മാത്യുവും ഇദ്ദേഹം നടന്ന സംഭാഷണം പ്രസിദ്ധീകരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഈ ഭാഗങ്ങളില്ല. അതായത് ഞാൻ എൻ്റെ മുമ്പിൽ പാർട്ടി തന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേറെ പാർട്ടി എന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിലാണ് അങ്ങനെ പറയുന്നത്. അല്ല, എൻ്റെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെന്റൻസ് സാഹിത്യം എഴുതും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. നോവല്, കഥ, ഞാൻ പ്രസംഗകനാണ്, അതെ, ലോകമെമ്പാടുള്ള ഒരുപാട് ഞാൻ എഴുത്തുകാരനാണ്, അങ്ങനത്തെ ഉണ്ട് എന്നൊക്കെയുള്ള ആ ഭാഗത്താണ് അദ്ദേഹം 3 കൊടുത്തതെന്ന് ആ ഇൻ്റർവ്യൂവിൽ ഉണ്ട് എന്നുള്ളത്. പിന്നെ നേതൃപ്രതിസന്ധി ഉണ്ട് എന്ന് അതിൽ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അത് ലിസ് മാത്യു കൂട്ടിച്ചേർത്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തലക്കെട്ടിനെ പറ്റി ഇന്ത്യൻ എക്സ്പ്രസിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ വാക്കുകളുടെ ഇംഗ്ലീഷ് വിവർത്തനം എന്നായിരുന്നു മറുപടി. അപ്പം മലയാളത്തിലാണ് സംസാരിച്ചത്. അതിന് ഇംഗ്ലീഷ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ക്ലിപ്പ് കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അവർ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് പുറത്തു വന്നപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായി. അപ്പം ലിസ് മാത്യു ഒരു ഇപ്പോഴത്തെ മാപ്ര പരിപാടിയാണ് കാണിച്ചത്. ഇപ്പോൾ ആ പത്രം തിരുത്തൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായ ശേഷം അത്തരം ബോധപൂർവം അനാസ്ഥയുള്ള മാധ്യമ പ്രവർത്തനത്തിനെതിരെ ഒരു വ്യക്തിക്ക് എന്ത് സംരക്ഷണമുണ്ട്? ഇതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വളച്ചൊടിച്ച് നമ്മുടെ മേൽ ഇങ്ങനെ കെട്ടിവെച്ചാൽ എന്ത് സംരക്ഷണമാണുള്ളത്? അത് ഒറ്റയടിക്ക് എനിക്ക് പറയാനുള്ളത് പ്രസ് കൗൺസിലിനെ സമീപിക്കാം എന്നുള്ളതാണ്. ഈ പത്രത്തിനെതിരെ സ്ട്രിക്ചേഴ്സ് വരും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ. ഇപ്പോൾ വിനയൻ എന്ന് പറഞ്ഞ സംവിധായകൻ കോമ്പറ്റീഷൻ അതോറിറ്റിക്ക് കേസ് കൊടുക്കുകയും ഉണ്ണികൃഷ്ണനും എതിരെയൊക്കെ വിധിയും വന്നില്ലേ, നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴല്ലേ കോമ്പറ്റീഷൻ അതോറിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെന്ന് മനസ്സിലാവുന്നു. മറ്റുള്ളവരെ പ്രൊഫഷണലില് അനാവശ്യമായിട്ട് ഇടപെട്ട് തകർക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിനോട് ഈ ചെയ്ത ലിസ് മാത്യു മാപ്പും പറഞ്ഞിട്ടില്ല. ഒരിക്കലും പരിഗണിക്കാത്ത സാധ്യതകളെപ്പറ്റി ഇവർ വ്യാജമായിട്ട് വാർത്തയുണ്ടാക്കി. ഇതൊക്കെ കണ്ണ് തുറപ്പിച്ചു.
ഇത് മൊത്തം അടിസ്ഥാനരഹിതമായിരുന്നു. എൻ്റെ വാക്കുകൾക്ക് ഇതെല്ലാം അല്ലായിരുന്നു അർത്ഥം. ഇതിലെനിക്ക് ദുഃഖമുണ്ട്. നമ്മുടെ മാധ്യമ സംസ്കാരം എവിടെ എത്തിയിരിക്കുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മാധ്യമ സംസ്കാരം ചീഞ്ഞിരിക്കുന്നു, ജേർണലിസം ആയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ വർഷങ്ങളായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മറിച്ചൊരു അഭിപ്രായമൊന്നും ഇല്ല ഇപ്പോൾ പത്രപ്രവർത്തനത്തിനെ പറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയൊക്കെ കണ്ട് ജീവിച്ച് വന്നതാണ് നമ്മൾ. ആ കാലത്തൊക്കെ സത്യത്തിൽ ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഞാൻ വളരെ ചെറിയ കാലം മുതലേ 5-6 പത്രങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. ലൈബ്രറിയിലൊക്കെ പോയി വായിക്കും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന പത്ര റിപ്പോർട്ടുകളാണ് എനിക്ക് പത്രപ്രവർത്തനം നടത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാക്കിയതെന്നും പറയാം. അല്ലെങ്കിൽ എനിക്ക് പ്രൊഫസറാവാമായിരുന്നു, പഠിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മാർക്കുമൊക്കെ ഉണ്ടാകുമായിരുന്നു. പത്രപ്രവർത്തനത്തിൽ പോയതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമല്ല നമുക്കുണ്ടാകുന്നത്, നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളും അതൊക്കെ നോക്കുകയാണെങ്കിൽ അത്തരം ഭദ്രതയൊന്നും നോക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. സമൂഹത്തിന് നന്മ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് പത്രപ്രവർത്തകനാകുന്നത്. അതെ. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഗോയങ്ക നയിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ് അരുൺ ഷൂറി പത്രാധിപരായിരിക്കുന്ന ആ സമയത്ത് അരുൺ ഷൂറിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഗോയങ്ക അനുവദിച്ചു കൊടുത്തിരിക്കുന്ന. അവർ പിന്നീട് അകൽച്ചയൊക്കെ വന്നു. പക്ഷെ ആ കാലത്ത് ഈ അടിയന്തരാവസ്ഥയിൽ നടന്നിരിക്കുന്ന അതിക്രമങ്ങൾ പുറത്തു കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട് അല്ലേ? ഭയങ്കരമായ. അതിൻ്റെ അകത്ത് ഓരോ ദിവസവും നമ്മളിങ്ങനെ കാത്തിരിക്കും. ആ ആക്രമണ വിവരങ്ങൾ പത്രം പുറത്തു വരികയാണല്ലോ. അടിയന്തരാവസ്ഥ പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചിട്ട് ഇങ്ങനൊരു കാലഘട്ടം. ഇത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രപ്രവർത്തനം കച്ചവടമൊക്കെ തന്നെയാണ്. മറ്റേ ഈ TVR ഷേണായിയെ പറ്റി ഒരു കഥ മനോരമയിൽ പ്രചാരത്തിലുണ്ട്. KM ചെറിയാൻ ആയിരുന്നു പത്രാധിപര്. TVR ഷേണായിയും ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ജോലി ചെയ്തിരുന്നത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. അപ്പോൾ TVR ഷേണായി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്നാണ് മലയാള മനോരമയിലേക്ക് വരുന്നത്. അപ്പോൾ TVR ഷേണായിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയാവുന്ന പോലെ മനോരമയിലേക്ക് എടുക്കുമ്പോൾ സംസാരിക്കുമല്ലോ. അപ്പോൾ KM ചെറിയാൻ TVR ഷേണായിയോട് പറഞ്ഞു എന്ന്, സാധാരണഗതിയിൽ ഈ കൊങ്ങിണിമാരെ പത്രപ്രവർത്തനത്തിലൊന്നും അങ്ങനെ വരാറില്ല, കച്ചവടത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയല്ലേ എന്ന് വെച്ചൊന്ന്. അല്ല, പത്രപ്രവർത്തനവും കച്ചവടമായപ്പോഴാണ് ഞങ്ങളിതിൽ വന്നത് എന്ന് പറഞ്ഞതായിട്ട് ഒരു കഥയുണ്ട്. ഞാൻ ഷേണായിട് വെച്ചപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഓർമ്മയില്ലായിരുന്നു. പലതും അപ്പം പറയുന്നതൊക്കെ നമ്മൾ മറക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ പത്രപ്രവർത്തനം കച്ചവടമായിപ്പോയി. കച്ചവടമായാലും കുഴപ്പമില്ലായിരുന്നു. ചില കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ അവരുടെ പത്രസമ്മേളനത്തിൽ ബിസിനസ് പേജിൽ കൂടുതൽ കൊടുക്കുക. പക്ഷെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മോദി വിരുദ്ധതയും BJP വിരുദ്ധതയും RSS വിരുദ്ധതയും മാത്രമേ കാണുന്നുള്ളൂ. സത്യം ഇതിൻ്റെ ഉള്ളിലൊക്കെ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തരൂരിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് BJPക്കും RSSനും മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഒന്നുമല്ല ബാധകം. ഇത് കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന പത്രപ്രവർത്തകരാണ് കോൺഗ്രസ് നേതാവിനിട്ട് തന്നെ പണി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് താല്പര്യമാണ് അതിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രയാസം വരുന്നു. കാരണം കോൺഗ്രസിൻ്റെ കൂടെ ആ ഇന്ത്യൻ എക്സ്പ്രസ്സും ഇല്ലേ BJPയുടെ കൂടെയോ RSSൻ്റെ കൂടെയോ ഒന്നുമല്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അങ്ങനെയായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്. ഇപ്പോൾ അതിൻ്റെ നിലപാട് ഇങ്ങനെയൊന്നും ആണെന്ന് തോന്നുന്നില്ല. എന്നിട്ടും പണി കൊടുത്തിരിക്കുന്നു. ഇത് ഈ ചീഞ്ഞ പത്രപ്രവർത്തനമാണ്. ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ പത്രപ്രവർത്തക ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ തിരുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ തന്നെ വിചിത്രമായ ഒരു തിരുത്ത് വന്നിരുന്നു. കാരണം കവിത ഇപ്പോൾ ഈ ഡിസ്റ്റിലറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് MP രാജേഷ് സ്പീക്കറായിരുന്നപ്പോൾ കവിത ഏതോ സെമിനാറിൽ വന്ന്
പ്രസംഗിച്ചിരുന്നു എന്ന്. കവിത വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അത് രാജേഷ് പറഞ്ഞു. അപ്പൊ തിരുത്തുമ്പോൾ നമ്മൾ 1-ാം പേജിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യം പറഞ്ഞ് തിരുത്തു കൊടുക്കണമല്ലോ. മനോരമ അങ്ങനെ ചെയ്തില്ല. വേറെ ഏതോ ഒരു വാർത്ത പോലെ ഒരു സാധനം പടച്ചിട്ട് അതിന്റെ ചോട്ടിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ ഖേദിക്കുന്നു പത്രാധിപർ പറഞ്ഞു നിർത്തുന്നു അല്ലേ? ഒരു തിരുത്ത് കൊടുത്തതായിട്ട് തന്നെ അംഗീകരിക്കില്ല. നമ്മൾക്ക് തെറ്റ് വെച്ചെങ്കിൽ നമ്മൾ തെറ്റ് അംഗീകരിക്കുക, സത്യം പറയാൻ ശ്രമിക്കുക. പക്ഷെ സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ഉലകം ചുറ്റി വരുമെന്നാണല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ തരൂരിനെ ചതിച്ച ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്ന് കാലം പറയുമായിരിക്കും അല്ലേ? അപ്പൊ തരൂരിന് എന്താണ് ഇതിൻ്റെ അകത്ത് പരിഹാരം കിട്ടുക എന്ന് തരൂര് ചോദിച്ചിട്ടുണ്ട്. തരൂർ ഇപ്പൊ ഇരവാദം ഉയർത്തുകയാണല്ലോ, ഇരയാണ്. അതെ. ആ സാഹചര്യങ്ങളിൽ അങ്ങേർക്കിട്ട് ഇങ്ങനത്തെ താങ്ങാനൊക്കെ കഴിയും അദ്ദേഹത്തിന്. ഇനി ഇവർക്ക് ചിലപ്പോൾ കോൺഗ്രസിൽ താല്പര്യം എന്ന് പറയുന്നത് ഇലിസ് മാത്യുവിനും ജോമി തോമസിനും കോൺഗ്രസിലെ ഒരു ചേരിയിലായിരിക്കും അവര്. തരൂർ വിരുദ്ധ ചേരിയുടെ ഭാഗമായിരിക്കും അവര്. അതായിരിക്കും അവരെ കൊണ്ട് ഇതിങ്ങനെ എഴുതിച്ചത്. തരൂര് വേണമെങ്കിൽ വാരിക്കുഴിയിൽ വീണോട്ടെ എന്ന് കരുതി ചെയ്തതായിരിക്കും. പക്ഷെ വൃത്തികെട്ട മാധ്യമപ്രവർത്തനം ആയിപ്പോയി. അപ്പോൾ തരൂർ ഇത് വിടരുത്. തരൂര് ധാരാളം കേസുകൾ മറ്റേ കൊലപ്പുള്ളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണത്തിനെതിരെ അർണബ് ഗോസ്വാമിക്കും എതിരെയൊക്കെ കേസ് കൊടുത്തല്ലേ, ഫൈറ്റ് ചെയ്യുന്നില്ലേ, കോടതിയിൽ പോകുന്നില്ലേ? ഇതിനെതിരെയും അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കാം കോടതിയിൽ, പ്രസ് കൗൺസിലിനെ സമീപിക്കാം. ഈ ലോകത്തെ എല്ലാത്തിനും വഴികളുണ്ട്. അപ്പോൾ ശശി തരൂരിൻ്റെ മുമ്പിലും വഴികൾ അടഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.